നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ താരങ്ങളുടെ മൂല്യത്തിൽ ഒറ്റ വർഷം കൊണ്ട് മാറിമറിയലുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. അത് ഫോമും മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഒറ്റ സീസൺ കൊണ്ട് ട്രാൻസ്ഫർ മൂല്യത്തിൽ ഏറ്റവും അധികം വർധനവുണ്ടായ 10 പേരുടെ ലിസ്റ്റ് വിളിച്ച റിപ്പോർട്ട് പുറത്തുവിടുന്നു. അവർ തയ്യാറാക്കിയിട്ടുള്ള കണക്കാണ്, നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 10ാം സ്ഥാനത്ത് ഈ കണക്കിലുള്ളത് മൈക്കൽ ഒലീസയാണ്. ഒലീസയുടെ മൂല്യം കഴിഞ്ഞ ജൂലൈയിൽ കണക്കാക്കിയിരുന്നത് $64 മില്യൺ ആണെങ്കിൽ ഇപ്പോൾ അത് കണക്കാക്കുന്നത് $116 മില്യൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ $52 മില്യൺ വർധനവാണ് ഈ ഒറ്റ വർഷം കൊണ്ടുണ്ടായിരിക്കുന്നത്. 9ാം സ്ഥാനത്ത് അലക്സാണ്ടർ ഐസക്കാണ്. കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരുന്നത് $87 മില്യൺ ആണെങ്കിൽ ഇപ്പോൾ അത് കണക്കാക്കുന്നത് $140 മില്യൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മൂല്യത്തിൽ ഒറ്റ വർഷം കൊണ്ട് വർധനവുണ്ടായിരിക്കുന്നത് $53 മില്യൺ. 8ാം സ്ഥാനത്ത് ഏതാൻ എൻവനേരിയാണ്. അദ്ദേഹത്തിൻ്റെ മൂല്യം കഴിഞ്ഞ ജൂലൈയിൽ കണക്കാക്കിയിരുന്നത് $9 മില്യൺ ആണെങ്കിൽ ഇപ്പോൾ അത് കണക്കാക്കുന്നത് $64 മില്യൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ $55 മില്യൺ വർധനവുണ്ടായിരിക്കുന്നത്. 7ാം സ്ഥാനത്തുണ്ടായിരിക്കുന്നത് ഹ്യൂയിസനാണ്, ഡീൻ ഹ്യൂയിസൻ. അദ്ദേഹത്തിൻ്റെ മൂല്യം കഴിഞ്ഞ ജൂലൈയിൽ കണക്കാക്കിയിരുന്നത് $12 മില്യൺ ആണെങ്കിൽ ഇപ്പോൾ അത് കണക്കാക്കുന്നത് $70 മില്യൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ $58 മില്യൺ വർധനവാണ് ഒറ്റ വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. 6ാം സ്ഥാനത്ത് പാവു കുബാർസിയുടെ മൂല്യം കഴിഞ്ഞ ജൂലൈയിൽ കണക്കാക്കിയിരുന്നത് $35 മില്യൺ ആണെങ്കിൽ ഇപ്പോൾ അത് കണക്കാക്കുന്നത് $93 മില്യൺ അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ $58 മില്യൺ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 5ാം സ്ഥാനത്ത് ഒമർ മർമോഷാണ്. കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹത്തിൻ്റെ വാല്യൂ കണക്കാക്കിയിരുന്നത് $26 മില്യൺ ആണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത് $87 മില്യൺ എന്ന് പറഞ്ഞാൽ $61 മില്യൺ വർധനവാണ് അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൽ ഒറ്റ വർഷം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. 4ാം സ്ഥാനത്ത് ഹ്യൂഗോ എക്കിറ്റിക്കെ, ലിവർപൂളിലേക്ക് അദ്ദേഹം എത്തുന്നു. അദ്ദേഹത്തിൻ്റെ മൂല്യം കഴിഞ്ഞ ജൂലൈയിൽ കണക്കാക്കിയിരുന്നത് $23 മില്യൺ ആണെങ്കിൽ കറണ്ട് വാല്യൂ കണക്കാക്കിയിരിക്കുന്നത് $87 മില്യൺ വർധനവുണ്ടായിരിക്കുന്നത് $64 മില്യൺ. 3ാം സ്ഥാനത്ത് PSG ഡെസിയ ഡൂവിൻ്റെ മൂല്യം കഴിഞ്ഞ ജൂലൈയിൽ കണക്കാക്കിയിരുന്നത് $35 മില്യൺ ആണെങ്കിൽ ഇപ്പോൾ അത് $105 മില്യൺ വർധനവുണ്ടായിരിക്കുന്നത് $70 മില്യൺ. 2ാം സ്ഥാനത്ത് പെദ്രിയാണ്. FC ബാഴ്സലോണയുടെ താരത്തിൻ്റെ കഴിഞ്ഞ ജൂലൈയിലെ മൂല്യം കണക്കാക്കിയിരുന്നത് $93 മില്യൺ ആണെങ്കിൽ ഇപ്പോൾ അത് $163 മില്യൺ വർദ്ധിച്ചിരിക്കുന്നു. $70 മില്യൺ വർധനവാണ് സംഭവിച്ചിരിക്കുന്നത്. 1ാമത് ലമീൻ യമാലിൻ്റെ മൂല്യം കഴിഞ്ഞ വർഷം ജൂലൈയിൽ കണക്കാക്കിയിരുന്നത് $105 മില്യൺ ആണെങ്കിൽ കറണ്ട് വാല്യൂ $233 മില്യൺ. അതായത് $128 മില്യൺ വർധനവാണ് ഒറ്റ സീസൺ കൊണ്ട് പയ്യനെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരൊക്കെയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വളരെ വലിയ രൂപത്തിൽ മൂല്യം വർദ്ധിച്ച താരങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.